أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس كلوا مما في الأرض حلالا طيبا ولا تتبعوا خطوات الشيطان إنه لكم عدو مبين. വിശ്വാസികളെ, സർവ്വലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ യഥാവിധി ജീവിതത്തിൽ പകർത്തുവാനും വിശ്വാസിയായി ജീവിച്ച് ഈമാനോടെ മരിക്കുവാനും പരിശ്രമിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഓർപ്പിക്കുകയാണ്. കരുണാവാരിയായ നാഥൻ അവനെ ഭയപ്പെട്ട് ജീവിക്കുന്ന മുത്തക്കീങ്ങളായ ദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നാം ഓരോരുത്തരും ഈ ഭൂമിയിലേക്ക് പിറന്നു വീണ അന്ന് മുതൽ, അല്ലെങ്കിൽ ഉമ്മയുടെ ഉദരത്തിൽ നമുക്ക് ജീവൻ വെച്ച അന്ന് മുതൽ ശ്വാസവായുവിനോടൊപ്പം മനുഷ്യൻ അനിവാര്യമായും ഉപയോഗിച്ച് വളരേണ്ടുന്ന അവന്റെ നിലനിൽപ്പിന് ഒരു നിലക്ക് മാറ്റിവെക്കാനാവാത്ത ഒന്നാണ് അവന്റെ ഭക്ഷണം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാം എല്ലാ വിഷയത്തിലും കൃത്യമായ കാഴ്ചപ്പാട് അവതരിപ്പിച്ച വിശുദ്ധ ഇസ്ലാം ഭക്ഷണത്തെക്കുറിച്ചും കൃത്യമായ നിർദ്ദേശങ്ങൾ മതത്തിന്റെ വെളിച്ചത്തിൽ തന്നെ നമുക്ക് നൽകുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, നാം ഭക്ഷിക്കുന്നത്, നാം കഴിക്കുന്നത് ഹലാലും ത്വയ്യിബുമായിരിക്കുക എന്നുള്ളതാണ്. നേരത്തെയൊക്കെ ഭക്ഷണം നമ്മുടെ ജീവിതത്തിന്റെ ഒരു ചെറിയ പാർട്ട് മാത്രമായിരുന്നുവെങ്കിൽ ഇന്ന് ഫുഡ് എക്സ്പ്ലോർ ചെയ്യുക, ഭക്ഷണം കഴിക്കുക എന്നല്ല, കഴിച്ചുകൊണ്ടേയിരിക്കുക എന്ന രീതിയിലേക്ക് ലൈഫ് സ്റ്റൈല് തന്നെ മാറിയ ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. ഇവിടെ 14 നൂറ്റാണ്ട് മുൻപ് ഇസ്ലാം പഠിപ്പിച്ച കൽപ്പന എല്ലാ കാലത്തും ഒരുപോലെ പ്രായോഗികമാണ്, ഒരുപോലെ നാം ശ്രദ്ധിക്കേണ്ടതാണ് എന്നുള്ളത് ഒന്നുകൂടി അടിവരയിട്ട് മനസ്സിലാക്കേണ്ടുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 168 ആയത്താണ് ഞാൻ നിങ്ങളെ ഓതിക്കേൾപ്പിച്ചത്. ഇതിലൂടെ അല്ലാഹു പറയുന്നത്, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, കുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ ത്വയ്യിബ, ഭൂമിയിൽ നിങ്ങൾക്ക് ഭക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ ഭക്ഷിക്കുന്നതിൽ നിന്ന്, നിങ്ങൾക്ക് വേണ്ടി അല്ലാഹു ഒരുക്കിയ വിഭവങ്ങളിൽ നിന്ന് ഹലാലും ത്വയ്യിബുമായത് നിങ്ങൾ ഭക്ഷിക്കുക. 2 കണ്ടീഷനാണ് ഇവിടെ അല്ലാഹു വെക്കുന്നത്. ഒന്ന്, കഴിക്കുന്നത് ഹലാലായിരിക്കണം. രണ്ടാമത്തേത്, കഴിക്കുന്നത് ത്വയ്യിബായിരിക്കണം. ഇല്ല എങ്കിൽ പിന്നെ സംഭവിക്കാൻ പോകുന്നത് എന്താണ് എന്നുള്ളത് ഈ ആയത്ത് തന്നെ വിശദീകരിക്കുന്നുണ്ട്. വലാ തത്തബിഉ ഖുതുവാത്തി ശൈത്താൻ, നിങ്ങൾ പിശാചിന്റെ പാതയെ പിൻപറ്റരുത്, അതിന്റെ പിന്നാലെ പോകരുത്. ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ, കാരണം തീർച്ചയായും പിശാച് നിങ്ങൾക്ക് പ്രത്യക്ഷമായ ശത്രുവാണ്. കഴിക്കുന്ന ഭക്ഷണം ഹലാലായാൽ മാത്രം പോരാ, ത്വയ്യിബായിരിക്കണം. ത്വയ്യിബായാൽ മാത്രം പോരാ, ഹലാലുമായിരിക്കണം. നമ്മുടെ വീട്ടിലുള്ള നാം കൃഷി ചെയ്തുണ്ടാക്കിയ ഒരു പഴം, അത് കുറച്ച് ദിവസം നമ്മൾ കഴിച്ചു, ഇപ്പോ കൊലയില് ഒരു 4 കായ ബാക്കിയുണ്ട്. അതൊരൽപ്പം പഴുപ്പേറി തിന്നാൻ പറ്റുമോ ഇല്ലയോ എന്ന സംശയത്തിന്റെ ഒരു ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ആ പഴം നമുക്ക് ഹലാലാണ്, പക്ഷേ അത് ഒരു പക്ഷെ ത്വയ്യിബായി കൊള്ളണമെന്നില്ല. ഏറ്റവും മനോഹരമായ സുന്ദരമായ ഒരു ആപ്പിൾ, പക്ഷെ അത്
നമ്മൾ പണം കൊടുത്ത് വാങ്ങിയതല്ല. കുട്ടി പതുക്കെ അവിടെ കയറിയിട്ട് എടുത്തുകൊണ്ട് ഉമ്മച്ചിക്ക് കൊടുത്തതാണ്. മധുരമുള്ളതാണ്, മനോഹരമാണ്, പക്ഷെ പണം കൊടുത്ത് വാങ്ങിയതല്ല. ആ ആപ്പിൾ ഒരു പക്ഷെ ത്വയ്യിബായിരിക്കാം, പക്ഷെ അത് ഹലാലല്ല. ഇവിടെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറഞ്ഞു, ഹലാലും ത്വയ്യിബും അല്ലാത്തത് നിങ്ങൾ ഭക്ഷിക്കാൻ പാടില്ല. സൂറത്തുൽ ബഖറയിൽ തന്നെ അല്ലാഹു തുടർന്ന് പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ. നേരത്തെ യാ അയ്യുഹന്നാസ്, മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ടാണ് പറഞ്ഞത് എങ്കിൽ ഇവിടെ വിശ്വാസികളോട് പ്രത്യേകമായി പറയുന്നു, കുലു മിൻ ത്വയ്യിബാത്തി മാ റസഖ്നാകും, നാം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന വിഭവങ്ങളിൽ നിന്ന് ത്വയ്യിബായത് മാത്രം ഭക്ഷിക്കുക. അല്ലാഹു കഴിക്കരുത് എന്ന് പറഞ്ഞ ഹറാമാക്കപ്പെട്ട ചില വസ്തുക്കളുണ്ട്, അത് ത്വയ്യിബല്ല, അത് നിങ്ങൾ കഴിക്കരുത്. നിങ്ങൾക്ക് ത്വയ്യിബായി പഠിപ്പിച്ചത് മാത്രം നിങ്ങൾ കഴിക്കുക. വഷ്കുറു ലില്ലാഹി, നിങ്ങൾ അള്ളാഹുവിന് ശുക്ർ കാണിക്കുക. ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ, അവനെയാണ് നിങ്ങൾ ആരാധിക്കുന്നത് എങ്കിൽ. വിശിഷ്ടമായ ഭക്ഷ്യവസ്തുക്കൾ കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞൊരു പക്ഷെ നാട്ടിൽ പലരും അത് കഴിക്കുന്നുണ്ടായിരിക്കാം, ആളുകൾ കുടിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് ത്വയ്യിബല്ല. അങ്ങനെ ത്വയ്യിബല്ലാത്ത, ഹലാലല്ലാത്ത വിഭവങ്ങളെ നിങ്ങൾ ഒഴിവാക്കുക എന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായി പഠിപ്പിക്കുന്നു. ഇതാണ് അടിസ്ഥാനപരമായി ഭക്ഷണത്തിന്റെ വിഷയത്തിൽ ഇസ്ലാം പഠിപ്പിച്ച കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന പ്രാർത്ഥന, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖൂൽ ഇദാ സല്ല സുബ്ഹ് ഹീന യുസല്ലിം, സുബഹി നമസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയാൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅൻ വറിസ്ഖൻ ത്വയ്യിബൻ വഅമലൻ മുതഖബ്ബല. അല്ലാഹുവേ, നീ എനിക്ക് 3 കാര്യങ്ങൾ നൽകിയാണ്. ഒന്നാമത്തേത് ഇൽമൻ നാഫിഅ, ഇൽമുൻ നാഫിഅ. ഒരുപാട് അറിയുവാനുള്ള സാഹചര്യങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. നമ്മുടെ മൊബൈൽ ഫോണായിട്ട് നമ്മൾ അങ്ങോട്ട് എടുത്താൽ യൂട്യൂബ് വീഡിയോസ് ആയിരുന്നാലും വാട്സാപ്പിൽ വരുന്ന മെസ്സേജ് ആയിരുന്നാലും അവിടെയും ഇവിടെയും ഒക്കെ ഇൻഫർമേഷൻസിന്റെ ഒരു എക്സ്പ്ലോഷൻ എന്ന് പറയും, അതിന്റെ ഒരു വിസ്ഫോടനമാണ്. ഏത് വായിക്കണം, ഏത് കേൾക്കണം, ഏതറിയണം. പക്ഷെ അതിൽ പലതും നമുക്ക് ആവശ്യമില്ലാത്തതായിരിക്കും. അപ്പൊ നമുക്ക് ഉപകാരപ്പെടുന്ന, ദുനിയാവിലേക്കും പരലോകത്തേക്കും ഉപകാരപ്പെടുന്ന അറിവ് നാഥാ നീ എനിക്ക് നൽകണമേ. ത്വയ്യിബായ റിസ്ക്, കഴിക്കുന്നതിന്റെ ടേസ്റ്റ് അല്ല ത്വയ്യിബ് എന്ന് പറയുന്നത്, കഴിക്കുന്നതിന്റെ പുതിയ എക്സ്പീരിയൻസ് അല്ല ത്വയ്യിബ് എന്ന് പറയുന്നത്. മറിച്ച് ഇസ്ലാം പഠിപ്പിച്ച ചില കണ്ടീഷൻസ് ഉണ്ട്, അതിനോട് യോജിക്കുന്നതാണ് ത്വയ്യിബ് എന്ന് പറയുന്നത്. വരിസ്ഖൻ ത്വയ്യിബൻ വഅമലൻ മുതഖബ്ബല. ചില ആളുകള് ആമിലത്തുൻ നാസിമ എന്ന് ഖുർആൻ പറഞ്ഞല്ലോ, പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്ന, അഹോരാത്രം രാവും പകലും നിരന്തരമായി അധ്വാനിക്കുന്ന ചില മനുഷ്യന്മാരുണ്ട്. പക്ഷെ പരലോകത്ത് അവരുടെ കർമ്മങ്ങൾ കാറ്റത്ത് കൂട്ടിയിട്ട വെണ്ണീർ കൂമ്പാരം പോലെ പാറിപ്പറന്ന് നിഷ്പ്രഭമായി പ്രതിഫലമില്ലാത്തതായി മാറും. അങ്ങനത്തെ കർമ്മം കൊണ്ട് ഒരു കാര്യമില്ല. ഒരുപാട് ചെയ്തിട്ട് പക്ഷെ ഒന്നിനും കൂലില്ല. എന്തേ? ഒരു കൂലിയില്ലാത്ത എന്തെല്ലോ ചെയ്തു കൂട്ടി റസൂലുള്ള പറഞ്ഞതാണോ? അല്ല. അങ്ങനെയുള്ള കർമ്മങ്ങളിലേക്ക് പോവാതെ അള്ളാഹുവിൽ സ്വീകരിക്കപ്പെടുന്ന കർമ്മങ്ങൾ, അമലൻ മുത്തഖബ്ബൽ, ഈ 3 കാര്യങ്ങളിൽ പ്രധാനമായും റസൂലുള്ള പറഞ്ഞു, ഒന്ന് റിസ്ഖൻ ത്വയ്യിബ, നല്ല വിഭവങ്ങൾ എനിക്ക് നീ നൽകണമേ തമ്പുരാനെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോ അത് നമ്മള് വളരെ സിമ്പിളാണ്, എല്ലാവർക്കും പ്രാർത്ഥിക്കാവുന്ന. അല്ലാഹുമ്മ ഇന്നി അസ്അലുക, അല്ലാഹു ഞാൻ നിന്നോട് ചോദിക്കുന്നു, ഇൽമൻ നാഫിഅ വരിസ്ഖൻ ത്വയ്യിബൻ വഅമലൻ മുതഖബ്ബല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ സുബഹി നമസ്കാരത്തിനും ശേഷം പ്രാർത്ഥിക്കുമായിരുന്ന പ്രാർത്ഥനയാണ് എന്ന് ഹദീസിൽ കാണുവാൻ സാധിക്കുന്നു. ഇനി അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സംഭവം, ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുഹന്നാസ് ഇന്നല്ലാഹ ത്വയ്യിബൻ ലാ യുഖ്ബലു ഇല്ല ത്വയ്യിബ്. മനുഷ്യരെ നിങ്ങൾ അറിയുക, അല്ലാഹു ത്വയ്യിബൻ, പരിശുദ്ധനാണ്. അവൻ പരിശുദ്ധമായതല്ലാതെ സ്വീകരിക്കുകയില്ല. വഇന്നല്ലാഹ അമറൽ മുഅ്മിനീന ബിമാ അമറ ബിഹിൽ മുർസലീൻ. അല്ലാഹു പൂർവകാലത്ത് അമ്പിയാക്കളോട് കൽപ്പിച്ചത് ഇതാ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനോടും കൽപ്പിക്കുന്നു. എന്താണത്? യാ അയ്യുഹർ റസൂൽ, അമ്പിയാക്കളെ, കുലൂ മിൻ ത്വയ്യിബാത്തി മാ റസഖ്നാകും, അല്ലാഹു നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന നല്ല വിഭവങ്ങൾ മാത്രം നിങ്ങൾ കഴിക്കുക. സുമ്മ ദക്കറ റജുൽ, എന്നിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മനുഷ്യനെ കുറിച്ച് പറയാണ്. യുതീലു സഫർ, ദീർഘമായി യാത്ര ചെയ്ത ഒരു മനുഷ്യൻ. എന്നിട്ടോ അവൻ മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു.
അവൻ തന്റെ കൈകൾ മാനത്തേക്ക്, ആകാശത്തേക്ക്, വാനലോകത്തേക്ക് നീട്ടിയിട്ടുണ്ട്. ഇല സമായി, എന്നിട്ട് അവൻ പറയുന്നു യാ റബ്ബി യാ റബ്ബി. യാത്ര ചെയ്ത് കുടുങ്ങിയ ഒരു മനുഷ്യൻ ആകാശത്തേക്ക് കൈകൾ നീട്ടി ആത്മാർത്ഥമായി റബ്ബിനെ വിളിക്കാണ്, അള്ളാനെ വിളിക്കാണ്. പടച്ചോനെ, ആത്മാർത്ഥമായ വിളി അല്ലാ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ കുറിച്ച് പറയാണ് വമതഅമുഹു ഹറാം വമശ്റബുഹു ഹറാം വമൽബസുഹു ഹറാം വഉദിയ ബിൽ ഹറാം ഫഅന്നാ യുസ്തജാബു ലിദാലിക്. അവന്റെ പ്രത്യേകത എന്താണെന്നറിയോ? അവൻ യാ റബ്ബി യാ റബ്ബി എന്ന് കൈകൾ ആകാശത്തേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ അവൻ കഴിച്ചിരിക്കുന്നത് ഹറാമായ ഭക്ഷണമാണ്. ഹലാലും അല്ല, തൊയ്യിബും അല്ല, ഹറാമായ ഭക്ഷണമാണ് അവൻ കഴിച്ചിരിക്കുന്നത്. വമശ്റബുഹു ഹറാം, അവൻ കുടിച്ചിരിക്കുന്ന പാനീയം ഹറാമായ പാനീയമാണ്. അത് ഏത് നിലക്കുവാവാം. വമൽബസുഹു ഹറാം, അവൻ അണിഞ്ഞിരിക്കുന്ന വസ്ത്രം ഹറാമായ വസ്ത്രമാണ്. സമ്പാദ്യം ഹറാമായാൽ മനുഷ്യൻ മൊത്തം ഹറാമായി. നമ്മൾ കഴിക്കുന്നത്, മക്കൾക്ക് കൊടുക്കുന്നത്, കുടുംബം പോറ്റുന്നത് ഹലാലായ ഒന്നുകൊണ്ടാണോ എന്നുള്ളത് ഓരോ നിമിഷത്തിലും ഓരോ സെക്കൻഡിലും നമ്മൾ ജാഗ്രത കാണിച്ചിരിക്കണം. സ്വഹാബാക്കള് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ ഭാര്യമാര് പറയുമായിരുന്നു അത്രേ, ഞങ്ങൾ പട്ടിണി കിടന്നോളാം, ഒരു പ്രശ്നം ഞങ്ങൾക്കില്ല, പട്ടിണി കിടക്കാൻ ഞങ്ങൾ. പക്ഷെ ഹറാമായ ഒരു ഭക്ഷണം ഈ വീട്ടിലേക്ക് നിങ്ങൾ കൊണ്ടുവരരുത് എന്ന് സ്വഹാബി വനിതമാർ, അത് അവർ ചെയ്തിട്ടൊന്നുമല്ല, പക്ഷെ ഒരു സൂക്ഷ്മതയ്ക്ക് വേണ്ടി അവർ പറയണം. ഏത് ഭർത്താക്കന്മാരെ അങ്ങനെ കൊണ്ടുവന്നത് കൊണ്ടല്ല പറയുന്നത്, പക്ഷെ എന്നാലും അവരുടെ ഒരു ബാധ്യത നിലയ്ക്ക് അവർ സൂക്ഷ്മതയ്ക്ക് വേണ്ടി പറയാണ്, ഹറാമായത് കൊണ്ടുവന്ന് ഞങ്ങൾക്കോ ഞങ്ങളെ മക്കൾക്കോ തരരുതിട്ടോ. അത്രയും അവർ സൂക്ഷ്മത കാണിച്ചിരുന്നു. അങ്ങനെ ഉണ്ടായാൽ ഇങ്ങനെ ഹറാമ് കഴിച്ച്, ഹറാമ് കുടിച്ച്, ഹറാമ് ധരിച്ച്, ഹറാം, അവൻ ഊട്ടപ്പെട്ടിരിക്കുന്നത്, വളർത്തപ്പെട്ടിരിക്കുന്നത് തന്നെ ഹറാമിലാണ് എന്ന് റസൂൽ പറയാണ്. ഓൻ ചോദിച്ചിട്ട് അള്ള എങ്ങനെ കേൾക്കാനാ? അവൻ പ്രാർത്ഥിച്ചിട്ട് അള്ള എങ്ങനെ ഉത്തരം ചെയ്യാനാ? ആ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടൂല. പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടാതിരുന്നാൽ, നമസ്കാരം സ്വീകരിക്കപ്പെടാതിരുന്നാൽ, ദുആക്ക് ഇജാബത്തില്ലാതിരുന്നാൽ പിന്നെ നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ എന്താണ്? അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് എവിടുന്ന് തുടങ്ങണം എന്നറിയോ? ഭക്ഷണത്തിൽ നിന്ന് തുടങ്ങണം. അള്ളാന്റെ റസൂല് പഠിപ്പിച്ച രീതിയിൽ ഭക്ഷണം കഴിക്കുക, അള്ളാന്റെ റസൂല് സുന്നത്താക്കിയത് ഭക്ഷണ രൂപത്തിൽ കൊണ്ടുവരിക. ഒരുപാട് കാര്യങ്ങളുണ്ട് ആ ഭക്ഷണവുമായി ബന്ധപ്പെട്ട വിശാചനം പഠിപ്പിച്ചത്. യാ ബനി ആദം ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദ്. വിശുദ്ധ ഖുർആൻ പറയാണ് സൂറത്തുൽ ആറാഫിലൂടെ, ആദമിന്റെ മക്കളെ, നിങ്ങൾ പള്ളികളിലേക്ക് പ്രവേശിക്കുമ്പോൾ സീനത്ത് കാണിക്കുക, നല്ല വസ്ത്രം ധരിച്ച് മനോഹരമായ രീതിയിൽ ഏറ്റവും നല്ല നിലയ്ക്ക് പള്ളിക്കൊക്കെ വരിക. ഏതെങ്കിലും ഒരു രാത്രി ഉറങ്ങുമ്പോട്ട് കൈലി കൊടുത്തിട്ട് സുബഹി നമസ്കാരത്തിന് പള്ളിക്ക് വരുമ്പോ കൂടെ നിസ്കരിക്കുന്ന ആളുകൾക്കും പ്രയാസം ഉണ്ടാകും. അത് അല്ലാഹു റസൂൽ പഠിപ്പിച്ചതാണ്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. എന്നിട്ടോ വകുലു വശ്റബു, നിങ്ങൾ കുടിച്ചോളൂ, കഴിച്ചോളൂ, കുടിച്ചോളൂ, കുലു വശ്റബു. പക്ഷെ അതിന്റെ കൂടെ റസൂൽ പറഞ്ഞു, വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വലാ തുസ്രിഫു, ഭക്ഷണം നിങ്ങൾക്ക് അല്ലാഹു നൽകിയത് നിങ്ങൾക്ക് അനുഭവിക്കാനും ആസ്വദിക്കാനും ഉള്ളതാണ്. പക്ഷെ അതിന് ഒരു പരിധിയുണ്ട്. വലാ തുസ്രിഫു, നിങ്ങൾ ഓവറായിട്ട് ചെയ്യാൻ പാടില്ല. ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. ഒരു വിഷയത്തിലും, എല്ലാ കാര്യത്തിലും വന്നതുപോലെ ഭക്ഷണത്തിന്റെ വിഷയത്തിലും ഓവറാകുന്നതിന്, അമിതമാവുന്നതിന് അള്ളാഹു ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. അള്ളാഹു റസൂൽ പഠിപ്പിച്ച രീതി ഏറ്റവും നല്ലത്. വലാ തുസ്രിഫു എന്ന് പറഞ്ഞാൽ ഓവറാക്കരുത്, അത് ഹറാം. ഓവർ ഫുഡ് കഴിക്കൽ ഹറാമാണ്. അതിന്റെ അർത്ഥം നമ്മൾ ഒരാൾക്ക് മറ്റൊരു ഹദീസിലുള്ളത് മൂന്നിലൊന്ന് ഭക്ഷണം, മൂന്നിലൊന്ന് പാനീയം, ബാക്കി മൂന്നിലൊന്ന് ഒഴിവാക്കിയിടുക. ഒരു നല്ലൊരു സ്പെഷ്യൽ ഫുഡ് ഉണ്ടാകുമ്പോൾ കുറച്ച് തോനെ കഴിക്കാൻ പാടില്ല, ഒരു ലേശം കൂട്ടി കഴിക്കാൻ പാടില്ലെന്നതിന് അർത്ഥമില്ല, അത് ഹറാമൊന്നുമല്ല. എന്നാൽ എണീക്കാനും പറ്റാത്ത രീതിയിൽ ഒരാൾ ഭക്ഷണം കഴിക്കാവുന്നത് ഹറാം തന്നെയാണ്. അപ്പൊ നമ്മള് ഭക്ഷണം കൊടുക്കുന്നവരും ശ്രദ്ധിക്കണം. ഒരാളുടെ പാകം എത്രയാന്നുള്ളത് അയാൾക്കാണ് അറിയാം. ഒരു ഉരുള ചോറായാലും നമ്മൾ സാധാരണ ശീലിച്ചതിനപ്പുറത്ത് നമുക്കത് പോയാൽ നമ്മൾ അന്നത്തെ കാര്യങ്ങൾ തന്നെ അവതാളത്തിലാവും. അത് ലേശം. അപ്പൊ നമ്മളെ വീട്ടിലേക്ക് അതിഥികൾ വന്നാൽ നമ്മൾ അള്ളാഹു റസൂലിന്റെ സുന്നത്ത്, ഇസ്ലാമിന്റെ സുന്നത്ത്, അറബികളുടെ സുന്നത്ത് രീതിയൊക്കെ അതാണ്. സൽക്കരിക്കണം, എല്ലാ വിഭവങ്ങളും പറ്റുന്നതിലേക്ക് ഒരുക്കി കൊടുക്കും. മുന്നിൽ കൊണ്ടുപോയി വെച്ച് കൊടുക്കുന്നവരോട് കഴിക്കാൻ പറയുകയും വേണം.
പക്ഷേ നമ്മൾ സ്നേഹം കൊണ്ടാണ്, കുറ്റപ്പെടുത്താനല്ല. പഴയ നമ്മുടെ നാട്ടിൽ നമ്മൾ പാരമ്പര്യമായി കൈമാറി വന്ന രീതിയുണ്ട്. കുറച്ചും കൂടി, ഇതും കൂടി, അത് കഴിഞ്ഞിട്ട് പിന്നെ ഇട്ടു നമ്മൾ ആളുകളെ ഒരു ഇടങ്ങേറാക്കുന്ന രീതിയിലേക്ക് നമ്മളെ സൽക്കാരം പോകല്ല. കാരണം എന്താ, അത് നമ്മളെ സുന്നത്തിനെതിരെയാണ്. അപ്പോ നമ്മള് ചിലപ്പോ ചില ആളുകളുടെ പ്രകൃതി ഉണ്ടാകും. ചിലര് സാധനം പിന്നെ അവിടെ കൊണ്ടു വെച്ചിട്ടുണ്ടെങ്കിൽ തീർന്നാല് ചോദിച്ചു വാങ്ങുന്ന ബന്ധം ഉണ്ടാകും. വേറെ ചിലർ ചിലപ്പോ അത് പിന്നെ അങ്ങനെ ഒന്നും ചോദിക്കൂല, മിണ്ടൂല, കിട്ടിയത് എണീറ്റ് പോകുന്നതാണെങ്കിൽ അങ്ങനത്തെ ഒരാളോട് എക്സ്ട്രാ ഇടാനൊക്കെ പറയാൻ പാടില്ല, മിണ്ടാനേ പാടില്ല എന്നല്ല ഇതിന്റെ അർത്ഥം. പക്ഷെ ഓവറായിട്ട് നിർബന്ധിക്കുന്ന ചില രീതിയാണ്. അങ്ങനെ നിർബന്ധിക്കുമ്പോൾ ഇയാളുടെ സ്വസ്ഥത നഷ്ടപ്പെടും. അപ്പം മാത്രമല്ല സുന്നത്തിനെതിരുവാണ്. അങ്ങനെ ഓവറായിട്ട് അയാൾക്ക് പ്രയാസം ഉണ്ടാകുന്ന രീതിയിലേക്ക് സൽക്കാരം നമ്മൾ കൊണ്ടുപോകാൻ പാടില്ല. മൂന്നിലൊന്നിൽ തീരെ കൂടാൻ പാടില്ലെന്ന് അർത്ഥമൊന്നുമില്ല. ഏറ്റവും നല്ലത് അതാണ് എന്നാണ് നബി സല്ലല്ലാഹു പഠിപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല ആരോഗ്യത്തിനും നിങ്ങൾ ഇസ്ലാമിന്റെ ഏത് കൽപ്പന അതിലൊക്കെ ഒരു സൈക്കോളജിക്കൽ വശം, ഇസ്ലാമിക് സൈക്കോളജി പറഞ്ഞാല് നബി സല്ലല്ലാഹു അന്ന് പഠിപ്പിച്ച കാര്യം ഇന്നും നമ്മുടെ നാട്ടിൽ പ്രായോഗികമാണ്. അതാണ് ഹെൽത്തി. ഏത് ഡോക്ടറെ അടുത്ത് ചെന്നാലും ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രയാസം 15% ആളുകൾക്കുമുള്ള അസുഖം ഒബേസിറ്റി എന്ന് വെച്ചാൽ ഈ പൊണ്ണത്തടിയില്ല. അതാണ് ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം. അതിന്റെ കാരണം എന്താ പറയുക, നമുക്ക് ആവശ്യത്തിനുള്ളതല്ലാത്ത ഭക്ഷണം നമ്മൾ കഴിക്കുമ്പോൾ അത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, ഓവർ ഫുഡിന്റെ കാരണത്താലുള്ള അസുഖമാണ് ലോകത്ത് ആരോഗ്യ രംഗത്ത് നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം. നിങ്ങൾ നമ്മുടെ നാട്ടിലത്തെ ഫുഡിന്റെ ഇപ്പൊ ഇസ്ലാമില് അല്ലെങ്കിൽ പൊതുവിലുള്ള ഭക്ഷണ രീതിയാണ് ഫുത്തൂർ, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, പിന്നെ ഒരു ഡിന്നർ, അങ്ങനെ 3 നേരത്തെ ഭക്ഷണം. പിന്നെ ചില സ്ഥലത്തൊക്കെ ഒരു 4 മണിയാകുമ്പോൾ ഒരു ചായ, അതിന്റെ കൂടെ സ്നാക്സ് ചെറുതായിട്ടുണ്ട്. പക്ഷെ അതൊക്കെ മാറിയിട്ട് ഇന്ന് കഴിച്ചുകൊണ്ടേയിരിക്കും. എല്ലായിടത്തും ഈവനിങ് കഫേ എന്നൊക്കെ പറഞ്ഞാല് വെറും ചായ കടിയല്ല, അത് അവിടെ 35 ഐറ്റം ഉണ്ടെങ്കിൽ 12 എണ്ണം കഴിച്ചിരിക്കണം. അങ്ങനെ കഴിക്കന്നെ. എന്നിട്ട് ഈ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആള് 5ഉം 6ഉം കടിയൊക്കെ കൂട്ടിയിട്ട് ഒരാൾ ചായ, അത് എപ്പോഴെങ്കിലും ഒരു കടി 1-2 കടി, അതല്ല. പക്ഷെ ഇതൊരു ശീലമാണെന്ന്. അതിന് നമുക്ക് നമ്മുടെ റോഡ് സൈഡിലൊക്കെ ഈ ബിസിനസ് ചെയ്യുന്ന ആളുകളെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ അതിന് ഒന്നുമല്ല. ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാനോ നല്ല കാര്യമാണ്. പക്ഷെ കഴിക്കുന്ന നമുക്കൊരു ബോധം വേണ്ടേ. എന്നിട്ട് ഇവൻ ഈ കോലത്തില് 3ാമത്തെ ഫുഡാണ് കഴിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റിനെ പറ്റി പണ്ടേ നമ്മൾ ശീലിച്ചിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് രാജാവിനെ പോലെ, രാവിലത്തെ ഭക്ഷണം രാജാവിനെ പോലെ കഴിക്കണം. രാജാവിനെ പോലെ കഴിക്കണം എന്നാണ്, ഉപകാരമുള്ള കഴിക്കണം എന്നതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കിയ എന്താ, ഒരു 5-6എണ്ണെങ്കിലും ഇല്ലാതെ രാജാവിനെ പോലെ ആവുമെന്ന് കരുതിയിട്ട് നമ്മളെ ഉപ്പമാരൊക്കെ അനുഭവിച്ചിരുന്ന പ്രയാസം നമ്മളൊന്ന് മനസ്സിലാക്കണം. കഴിക്കാനില്ലാഞ്ഞിട്ട് അര കെട്ടി നടന്നിരുന്ന ഒരു കാലം നമുക്ക് ഉണ്ടായിരുന്നു. ഇന്നും മുണ്ട് മുറുക്കി കൊടുത്ത് ജീവിക്കുന്ന എത്രയോ ആളുകളുണ്ട്. അപ്പോ എന്നിട്ട് അത് കഴിഞ്ഞ് പിന്നെ ലഞ്ചും കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം ഈ സ്നാക്സ് എന്ന് പറഞ്ഞാൽ വരിയായിട്ടുള്ള സ്നാക്സ്, കടികൾ, പിന്നെ ചായ. എന്നിട്ട് ഇവന്റെ ഡിന്നർ എപ്പോഴാണ്? രാത്രി ഭക്ഷണം കഴിക്കുന്നത് രാത്രി 11, 12, 1 മണിക്ക്. ഇതിന് ഇവനായിട്ട് ഉറങ്ങാണ്. നൈറ്റ് ലൈഫാണ് എല്ലായിടത്തും. ഇവൻ പോയിട്ട് പക്ഷെ 2 മണി വരെ ഇരിക്കും. 2 മണി വരെ 3 മണി വരെ വർക്ക് ചെയ്തിട്ട് പിന്നെ കിടന്നു. എല്ലാ ഹോട്ടലുകളും പാക അടഞ്ഞു കിടക്കുന്ന സമയത്താണെങ്കിൽ രാത്രി ഒരു 3 മണി മുതൽ രാവിലെ 9 മണി വരെ. ആ സമയത്തില്ല. ബാക്കി എല്ലാം ലൈവാണ്, സജീവാണ്. ടൗണുകൾ അങ്ങനെയാണ്, ഓഫീസുകൾ അങ്ങനെയാണ്, ലൈബ്രറികൾ അങ്ങനെയാണ്. നമ്മുടെ പ്രധാന ലൈബ്രറികളൊക്കെ വർക്ക്, കുട്ടികളൊക്കെ ആ രീതിയിലേക്ക് മാറി. ഇത് യഥാർത്ഥത്തിൽ ആരോഗ്യത്തിന് ഏറ്റവും ഉണർന്നിരിക്കേണ്ടുന്ന സമയം മോഡേൺ സയൻസ് പറയുന്നത്, ഇസ്ലാം പറയുന്നത് സുബൈക്ക് മുമ്പുള്ള ടൈമാണ്. ഒരു 4-4:30 മുതലുള്ള ടൈം ഏറ്റവും ഫ്രഷായി നമ്മുടെ മൈൻഡ് നിൽക്കുന്ന, വായിക്കാനും പഠിക്കാനും ചെയ്യാനും ഒരു കാര്യം അവതരിപ്പിക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം. പക്ഷെ ആ സമയത്ത് എല്ലാവരും എന്താ ചെയ്യുന്നത്? 2 മണിക്ക് പോയിട്ടാണ് കടന്നുറങ്ങുക. എന്നിട്ട് എണീക്കണത് 12. ബ്രേക്ക്ഫാസ്റ്റ് എന്ന സാധനമല്ലല്ലോ ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടിയിട്ട് അതിന്റെ പുതിയ പേര് ബ്രഞ്ച് എന്നാണ്. അങ്ങനെ ഒരു കൾച്ചറിലേക്ക്. അപ്പോ ഇതുകൊണ്ടുണ്ടാവുന്ന പ്രശ്നം വെച്ചാൽ നമ്മുടെ ആരോഗ്യത്തെ, നമ്മുടെ സിസ്റ്റത്തെ, ഇസ്ലാം പഠിപ്പിച്ച സുന്നത്തിനൊക്കെ അത് ബാധിക്കാണ്. അൽ മുഅ്മിനു യഅ്കുലു ഫീ മിഅം വാഹിദ് വൽ കാഫിറു യഅ്കുലു ഫീ സബ്അത്തി അംആഇൻ. മുഅ്മിനായ ഒരു മനുഷ്യൻ ഒരു വയറാണ് കഴിക്കുക. അല്ലാഹു റസൂൽ പഠിപ്പിച്ചത്, ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. ഒരു കാഫിറായ മനുഷ്യൻ 7 വയറ് കഴിക്കുന്ന. അവരൊക്കെ എല്ലാവരും അങ്ങനെ തിന്നോലെന്നല്ല. നമ്മൾ ആ രീതിയിലേക്ക് പോകണമെങ്കിൽ ആ സ്വഭാവം പതുക്കെ നമ്മളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം. അപ്പോ ഇസ്ലാമിന്റെ ടേബിൾ മാനേഴ്സ്, ഭക്ഷണം കഴിക്കുന്ന രീതി എന്ന് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം.
ഉമർ ഇബ്നു അബീ സലമ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വചനം, കുൻതു ഉലാമൻ ഫീ ഹിജ്രി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വകാനത് യദയ്യ തതീഷു ബിസമ. ഞാൻ റസൂലുള്ളാഹിന്റെ കൂടെ അങ്ങനെ ഭക്ഷണം കഴിക്കാം. ഉമർ ഇബ്നു അബീ സലമ പറയാം, അപ്പം റസൂലുള്ളാഹിന്റെ മടിയിൽ ഞാൻ കഴിക്കണം, ഞാനിങ്ങനെ വാരി ഇങ്ങനെ തിന്നുന്നുണ്ട്, എന്റെ കൈയൊക്കെ അങ്ങോട്ട്, ചെറിയ കുട്ടിയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പായുന്നുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ കൈക്ക് പിടിച്ചിട്ട് പറയാണ്, യാ ഗുലാം, മോനെ സെമ്മില്ല, ബിസ്മി ചൊല്ലിയിട്ട് കഴിക്കണം. അപ്പൊ എന്റെ രണ്ട് കൈ എടുക്കണം, ഈ കൈ കൊണ്ട് പെടുന്നു എടുക്കുക, അപ്പൊ അങ്ങനെ എടുക്കല്ലേ, വലത് കൈ കൊണ്ട് കഴിക്കണം. എല്ലായിടത്തും എടുക്കാതെ നിന്റെ മുൻപിലുള്ളത് കഴിക്കാം. ഇത് ചെറുപ്പത്തിൽ നമ്മൾ മക്കളെ ശീലിപ്പിക്കണം. റസൂലുള്ളാഹി പറഞ്ഞത് വലിയ ഉരുളയായിട്ട് കഴിക്കാൻ പാടില്ല. പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഒരു സിസ്റ്റം, മോരും അതേപോലെ തന്നെ ചോറും ഒക്കെ കൂട്ടിയിട്ട് ഉരുട്ടിയിട്ട് വലിയ വായ കാട്ടുന്ന കുട്ടിയോട് ചെറുപ്പം തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വലിയ വായ കാട്ടിയിട്ട് അത് ഇന്നിപ്പം ടേബിൾ ചികിത്സകളൊക്കെ വരുന്നുണ്ട്, വാ അടച്ചിട്ട ഭക്ഷണം കഴിക്കേണ്ടത്. ഓവറായിട്ട് നമ്മുടെ മുൻപിൽ ഗസ്റ്റ് ആയിട്ട് പലരും, അവരെ മുമ്പിൽ നമ്മൾ ഓവറായിട്ട് ചവക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ, അവർക്ക് ഉണ്ടാകുന്ന അസ്വസ്ഥതകള്, മാത്രമല്ല നമ്മുടെ ഫുഡിൽ നിന്ന് അവരിലേക്ക് തെറിക്കാനുള്ള, അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നേ പഠിപ്പിച്ചിട്ടുണ്ട്. ചെറിയ രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ 3 വരലുകൊണ്ട്, അന്നത്തെ ഫുഡും അതാണ്, ഈത്തപ്പഴം അതേപോലെ റൊട്ടിയൊക്കെയാണ്. പക്ഷെ ഇനിയിപ്പോ ചോറാണെങ്കിലും നമ്മൾ അതിങ്ങനെ കുഴച്ചിട്ട് ഇതിലൊക്കെ ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ ഒരു എന്തെല്ലാം ആ ഒരു അഭ്യാസത്തിലേക്ക് പോകുന്ന രീതിയിൽ അത്ര വലിയൊരു പരിപാടിയൊന്നും അല്ല ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. അത് നമുക്ക് ജീവിക്കാൻ വേണ്ടി ഭക്ഷണം കഴിക്കുക എന്നുള്ളത് കുറച്ച് ഒന്നാവാം, പക്ഷെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോവാൻ പാടില്ല. ഈ മര്യാദകളൊക്കെ നമ്മൾ പാലിക്കണം. പിന്നെ ബിസ്മി ചൊല്ലിയിട്ട് തുടങ്ങാം. ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ബിസ്മി ചൊല്ലണം, റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട് കൃത്യമായിട്ടും. പക്ഷെ ചിലപ്പോഴൊക്കെ നിങ്ങൾ ഈ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ബിസ്മി ചൊല്ലുന്ന രംഗം വന്നപ്പോൾ സ്വാഭാവികമായിട്ട് മനുഷ്യരാണ്, ആവേശം കൊണ്ട് അത് മറന്നു പോവാൻ സാധ്യത ഉണ്ട് എന്നുള്ളത് കൊണ്ടാണല്ലോ വിശ്വാസം അവിടെ ഇതാ അക്കൽ അഹദുക്കും ഫല്യദ്കുർ ഇസ്മില്ല, ഭക്ഷണം കഴിക്കാൻ നിങ്ങൾ അല്ലാഹനെ ഓർക്കണം, അഥവാ ബിസ്മി ചൊല്ലണം. ബിസ്മില്ല എന്ന് പറയാൻ മറന്നാലോ അഥവാ നിങ്ങൾ ബിസ്മി ചൊല്ലാൻ മറന്നാൽ ബിസ്മില്ലാഹി അവ്വലുഹു ആഖിറുഹു എന്ന് പറയണം എന്ന് പഠിപ്പിക്കപ്പെട്ട ഒരേ ഒരു വിഷയം. അങ്ങനെ മറന്നാൽ ഇല്ലത് എന്നുള്ളത് ലഫ്ളായിട്ട് ഞാൻ പഠിപ്പിച്ച ഒരു കാര്യമാണ്. ഭക്ഷണം തന്നെ സ്വാഭാവികമുണ്ട്, പക്ഷെ എപ്പോഴാണ് ഓർമ്മ വരുന്നത് അപ്പോഴെങ്കിലും അത് ചെല്ലണം. അപ്പൊ നമ്മള് ഭക്ഷണം ഉപ്പമാര് ശ്രദ്ധിക്കാം, ഭക്ഷണം എടുത്ത് ഒന്നിച്ചാണ് ഭക്ഷണം കഴിക്കുക. ഇസ്ലാമിന്റെ മര്യാദ അതാണ്. ഇന്ന് നമ്മളെ സിസ്റ്റം എന്ന് പറഞ്ഞാല് ഓരോരുത്തർക്കും അവനവനുള്ളത് എടുത്തിട്ട് അവനവന്റെ പ്ലേറ്റിൽ എടുത്തിട്ട് അവനവന്റെ മൂലയിലോ റൂമിലോ പോയിരുന്നിട്ട് പിന്നെ കമ്പനിക്കുള്ളത് ഇയാളാണ്. ഇത് ഒരു കൈ കൊണ്ട് ഇത് തോണ്ടിയ മറ്റേ കൈ ഇങ്ങനെ പിടിച്ചിട്ടാ കഴിക്കുക. ഇത് വേറെ സ്ഥല ആ രീതിയിലാണ് കഴിക്കുന്നത്. അങ്ങനെ അതിലേക്ക് അങ്ങോട്ട് ഇനിയിപ്പോ ഒന്നിച്ച് ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുകയാണെങ്കിലോ അതിപ്പോ ഒരു ട്രെൻഡാണ്, ഞാനെ എതിർക്കണമെന്നില്ല, വല്ലപ്പോഴൊക്കെ രസമാണ്, നല്ലത് തന്നെയാണ്. പക്ഷെ അങ്ങനെ പോവാണെങ്കിലും അപ്പോഴും മക്കളും ഉമ്മയും ഒക്കെ ഇതിവിടെ അങ്ങനെ സാധനം മുന്നിലുണ്ടോ അവനാൻ്റെ ഇടുന്ന ഒരു സംസാരം പോലും നടക്കാത്തത്, അങ്ങനെ ആവാൻ പാടില്ല. അവിടെയൊക്കെ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കണം, പരസ്പരം അങ്ങോട്ടും മുഖത്ത് നോക്കണം, ഷെയർ ചെയ്യപ്പെടണം, സ്നേഹത്തോടു കൂടി ചിലതൊക്കെ അങ്ങോട്ടോട് ഷെയർ ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞനുസരിച്ച് ഇനി ഒരാൾക്കും ഒരു മീൻ കഷ്ണം പോലും ഇട്ട് കൊടുക്കേണ്ടെന്നല്ല, അതൊക്കെ ഒരു സന്തോഷമാണ്. അങ്ങോട്ട് ഇട്ട് കൊടുക്കല്, അവൻ്റെ ഒരു കഷ്ണം കെട്ടി ഇടിക്കല്, അങ്ങനെയൊക്കെ ഷെയറിംഗ് ഒക്കെ നടക്കണം. പക്ഷെ അത് മറ്റുള്ളവർക്ക് പ്രയാസം ഉണ്ടാവുന്ന രീതിയിൽ ആവാൻ പാടില്ല. അതൊക്കെ ഇസ്ലാമിക മര്യാദയാണ്, ആ രീതിയിലാണ്. അപ്പോ അവിടെ മറന്നു പോയാൽ ബിസ്മില്ലാഹി അവ്വലുഹു ആഖിറുഹു എന്ന് പറഞ്ഞുകൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്യണം എന്ന് പോലും വിശ്വാസം പഠിപ്പിച്ചിട്ടുണ്ട്. അന്ന റജുലൻ അഖറൈൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷിമാലിക്ക് ഒരിക്കൽ നമുക്ക് വളരെ ഗൗരവത്തിലാണ് വിശ്വാസം ഈ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചത്. ഒരിക്കൽ വിശ്വാസത്തിന്റെ മുമ്പിൽ വെച്ചിട്ട് ഒരു സ്വഹാബി ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ഭക്ഷണം കഴിക്കുക, ഇടത് കൈ കൊണ്ട് കഴിക്കുക. അങ്ങനത്തെ മനുഷ്യന്മാർ അന്നും ഒറ്റപ്പെട്ട ചില കേസൊക്കെ ഉണ്ടായിരുന്നു. ഇടത് കൈ കൊണ്ട് കഴിക്കാം. അപ്പോ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, കുൽ ബിയമീനിക, എടാ നിങ്ങൾ വലത് കൈ കൊണ്ട് കഴിക്കുക. അയാൾ ഒരു നിഷേധിയായിരുന്നു എന്നാണ് ആ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു നെഗറ്റീവ് മൈൻഡ്. അയാൾ പറഞ്ഞു എനിക്കതിന് പറ്റൂല, അള്ളാന്റെ റസൂലോടൊന്നും ഒരാളും അങ്ങനെ പറയില്ല, പക്ഷെ എന്തോ ഇദ്ദേഹം അങ്ങനെ പറഞ്ഞു പോയി, എനിക്കതിന് പറ്റൂല. ഉടനെ തന്നെ നബിയുടെ ഒറ്റ വാക്ക്, ലസ്ത, നിനക്കിനി സാധിക്കൂല, അങ്ങനെയാണെങ്കിൽ നിനക്കിനി സാധിക്കൂല എന്ന് ഒരു വാക്ക് റസൂലുള്ളാഹി പറഞ്ഞു. എന്നിട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്ത റാവി പറയാണ്, ഇയാൾ ഇതിൽ നിന്ന് തടഞ്ഞത് അഹങ്കാരം മാത്രം, വേറെ കാരണം. അപ്പൊ ഒരാൾക്ക് വലത് കൈക്ക് സുഖമില്ല എങ്കിൽ ആൾക്ക് ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് കഴിക്കാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇയാൾക്ക് എന്താ കാരണം, ഇയാൾക്ക് കിബറല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ഈ റിപ്പോർട്ട് ചെയ്ത റാവി പറയുന്നു, പിന്നെ അയാളുടെ കൈ വായിലേക്ക് ഉയർന്നിട്ടില്ല. എന്ന് വെച്ചാൽ അള്ളാഹു അദ്ദേഹത്തെ ആ രീതിയിൽ തന്നെ പരീക്ഷിച്ചു. കഴിവുണ്ടായിട്ടും പ്രയാസങ്ങളൊന്നും ഇല്ലാതിരുന്നിട്ടും
അള്ളാഹു റസൂൽ പഠിപ്പിച്ചത് സുന്നത്ത്. അപ്പോൾ നമ്മുടെ ഭക്ഷണം അത് വലതേ കൊടുക്കുക. പിന്നെ അപ്പൊ ചിലർക്ക് സംശയം ഉണ്ടാവും, കുടിക്കുന്ന ഗ്ലാസ്സിൽ വെള്ളം കുടിക്കുമ്പോൾ അത് ലെഫ്റ്റ് കൊണ്ടല്ലേ നല്ലത്, ഇല്ലെങ്കിൽ ആ ഗ്ലാസ്സിൽ വറ്റാവൂലേ എന്നൊക്കെ. നമ്മൾ ഒന്നാമത്തെ കാര്യം, ഭക്ഷണത്തിന്റെ ഇടക്ക് വെള്ളം കുടിക്കാറുള്ള പരിപാടി ആരോഗ്യപ്രദമല്ല. നമ്മളിപ്പോ ചോറ് ഇങ്ങനെ കഴിക്കുന്നവർക്ക് ഇടക്കിടക്ക് ഒരു മുറുക്ക്, പിന്നെ ഒരു ഉരുള ചോറ്, ഒരു മുറുക്ക്, അങ്ങനത്തെ ഒരു പരിപാടി ഇല്ലല്ലോ. ഭക്ഷണത്തിന്റെ ഒരു അരമണിക്കൂർ മുമ്പാണ് വെള്ളം കുടിക്കേണ്ടത്, അല്ലെങ്കിൽ ഭക്ഷണം കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് വെള്ളം കുടിക്കുക. അതിന്റെ ഇടയ്ക്ക് വെള്ളം കുടിക്കാൻ പരിപാടി ഇല്ല. അപ്പോഴല്ലേ ഈ ചോറ് അയിമലാവോ. ഇനിയിപ്പോ ചോറ് അയിമൽ ഗ്ലാസ്സിലാവും എന്നുള്ള ബേജാറ്. ചോറ് നമ്മളെ പ്ലേറ്റിലായിട്ടില്ല, ആ പ്ലേറ്റ് ചെയ്യാൻ എന്താ ചെയ്യാ? ഒന്നുകിൽ നമ്മൾ കഴിക്കും, അല്ലെങ്കിൽ നമ്മളെ വൈഫ് കഴിക്കും, അല്ലെങ്കിൽ ഹോട്ടലിൽ ക്ലീൻ ചെയ്ത ആള് കഴിക്കും. ആ കൂട്ടത്തിൽ ഈ ഗ്ലാസ് കഴിക്കോട്ടെ. എന്നാൽ നമ്മൾ ഓവറായിട്ട് തന്നെ പിടിച്ച് ഒന്നായിട്ട് ഇതാക്കണമെന്നല്ല പറയുന്നത്. അപ്പൊ അതിന്റെ പേരിൽ നമ്മള് അള്ളാഹു റസൂൽ പഠിപ്പിച്ച ഒരു സുന്നത്ത്, അതിലെ ചിലതിലെ യുക്തി നമുക്ക് മനസ്സിലാകും, ചിലത് മനസ്സിലായില്ല എന്ന് വരും. ചിലതൊക്കെ നമുക്ക് ഇന്ന് ചിന്തിക്കുമ്പോൾ നബി സാഹിബ് പഠിപ്പിച്ച ഓരോ കാര്യങ്ങളും യുക്തിഭദ്രമാണ് നമുക്ക് ബോധ്യപ്പെടാറുണ്ട്. ഇപ്പോ പിന്നെ നബി സാഹിബ് പറഞ്ഞല്ലോ, നബി സാഹിബ് പാത്രത്തിൽ കുട്ടികൾക്ക് ചൂടുള്ള വെള്ളം കൊടുക്കും, അല്ലെങ്കിൽ ചൂടുള്ള ചായയോ പാലോ കൊടുക്കുമ്പോൾ ഊതി കൊടുക്കും. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പൊ സാധാരണ ഉമ്മമാർ ചെയ്യുന്നത്. പക്ഷെ അള്ളാഹു റസൂൽ പറഞ്ഞു, വെള്ളത്തിലേക്ക് കുടിക്കുന്ന സാധനത്തിലേക്ക് ഊതാൻ പാടില്ല. അതിലേക്ക് ശ്വാസം പോലും വിടാൻ പാടില്ല. എന്ന് വെച്ചാൽ വലിച്ച് കുടിക്കുന്ന രീതി ഇസ്ലാമിലില്ല. ഒന്നിച്ച് ഒറ്റപ്പോ ലാ തശ്റബു വാഹിദൻ കശുർബിൽ ബഹരി. അള്ളാഹു റസൂൽ അന്ന് ഉദാഹരണം പറഞ്ഞത് ഒട്ടകം കുടിക്കുന്നതായിട്ട് ബന്ധപ്പെടുത്താം. ഒട്ടകം കുടിക്കുന്നത് പോലെ നിങ്ങൾ വലിച്ച് അങ്ങനെ കുടിയില്ല, അങ്ങനെ കുടിക്കരുത്. എന്താ ചെയ്യേണ്ടത്? ഇസ്ലാമിന്റെ കുടി അതിൽ മുറുക്കായിട്ട് കുടിക്കുക. അപ്പൊ മുറുക്ക് കുടിച്ചാൽ വെച്ച് ശ്വാസം സാവകാശം തിരക്കിട്ട് കുടിക്കേണ്ടതാണ്. അങ്ങനെ അപ്പൊ അങ്ങനെ കുടിക്കും, അതിലേക്ക് ശ്വാസം അയക്കൂല, ചൂടുള്ളത് ഊതാനും പാടില്ല. ഇന്നിപ്പോ നമുക്കറിയാലോ, സ്റ്റെഫുമാരൊക്കെ ഭക്ഷണം പ്രിപ്പറേഷൻ നടത്തുന്നവര് കൊടുക്കുന്നവരൊക്കെ തല വരെ മറക്കണം, മാസ്ക് വരെ വയ്ക്കാൻ വേണ്ടി തുടങ്ങി. കാരണം എന്താ? നമ്മുടെ ഒരു പിന്നെ ശരീരത്തിൽ നിന്ന് ഊതുമ്പോ പുറത്തേക്ക് വരാൻ സാധ്യതയുള്ള ശ്വാസത്തിലൂടെ, വായുവിലൂടെ, അതേപോലെ വായിൽ നിന്ന് വരുന്ന തുപ്പുനീരിലൂടെ വരാൻ സാധ്യതയുള്ള അണുക്കൾ മറ്റുള്ളവരെ ബാധിക്കാൻ പാടില്ല. അപ്പൊ റസൂൽ അന്ന് പഠിപ്പിച്ചതിലൊക്കെ ഒരു യുക്തിയുണ്ട്. അപ്പൊ കുട്ടികൾക്ക് പിന്നെ ഊതി തണുപ്പിച്ചിട്ടല്ല കൊടുക്കേണ്ടത്. അതിനുള്ള സമയം നമ്മൾ കണ്ടെത്തണം, അവിടെ വെച്ചിട്ട് ആ തണുത്തതിന് ശേഷം കൊടുക്കാതെ. അള്ളാഹു റസൂൽ വിരോധിച്ചതാണ്. ഇനിയിപ്പോ ചില കാര്യങ്ങളുടെ യുക്തി നമുക്ക് ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിലും സുന്നത്തിലുണ്ടോ അത് നമ്മൾ എടുക്കണം. എല്ലാറ്റിന്റെ യുക്തി നമുക്ക് കിട്ടിക്കോളും. എന്തുകൊണ്ട് സുബഹി 2 റക്അത്ത്, എന്തുകൊണ്ട് ഇശാ പിന്നെ 4 റക്അത്ത് എന്ന് ചോദിച്ചാൽ നമുക്ക് നമ്മളെ ബുദ്ധിക്ക് മനസ്സിലാക്കിക്കൊള്ളില്ല. അത് അള്ളാഹു റസൂൽ പഠിപ്പിച്ച അങ്ങനെയാണ് എന്ന് നിലയ്ക്ക് ചിലത് മനസ്സിലാക്കേണ്ടി വരും. എന്നാൽ ഇസ്ലാമിൽ പഠിപ്പിച്ച ഒരുവിധം കാര്യങ്ങളൊക്കെ അതിന്റെ ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അതിലൊരു യുക്തി ഉണ്ടായി നമുക്ക് ബോധ്യപ്പെടുകയും ചെയ്യും. ഇസ്ലാമിനെ നമ്മൾ പിൻപറ്റുന്നത് ആ യുക്തി നോക്കിയിട്ടല്ല, മറിച്ച് അള്ളാഹു റസൂൽ പഠിപ്പിച്ച നിലക്കാണ്. ആ നിലക്ക് എല്ലാ രംഗത്തും ഈ മര്യാദകളൊക്കെ നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരണം. നമ്മളെ മക്കളെ അത് പഠിപ്പിക്കണം. ആശ്വാസത്തോടെ, സമാധാനത്തോടെ, മറ്റുള്ളവർക്ക് കാണുമ്പോൾ ഒരു പ്രയാസം ഉണ്ടാകാത്ത രീതിയിൽ വൃത്തിയായി മാന്യമായി ഭക്ഷണം കഴിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ട്. അത് കല്യാണത്തിനൊക്കെ പോയാൽ ചില മക്കളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. അവിടുന്ന് ഇവിടുന്ന് ഒക്കെ വാരി എല്ലാം കൂടി പിന്നെ ബൊഫേ സിസ്റ്റം ഒക്കെ ആണെങ്കിൽ എല്ലാം കൂടി വാങ്ങിയിട്ട് എന്നിട്ട് കൊണ്ടുപോയിട്ട് ഇത് കഴിച്ചു തുടങ്ങുമ്പോൾ അത് മനസ്സിലാകുക, അല്ല അത്ര വേണ്ടിയില്ലല്ലോ, എന്നിട്ട് അതൊക്കെ വേസ്റ്റ് ആക്കി, എന്നിട്ട് പിന്നെ അവിടെ പോയിട്ട് അത് നമുക്ക് ആവശ്യത്തിനുള്ളതാണ്, നമുക്ക് ഉപയോഗിക്കാനുള്ളതാണ്. പക്ഷെ മാന്യമായ രീതിയിൽ ഭക്ഷണം കഴിക്കേണ്ടത് എങ്ങനെ എന്നുള്ളത് പാരന്റ്സിൽ നിന്ന് മക്കൾ പഠിക്കുന്നുണ്ട്. അത് ഇസ്ലാമിൽ നിന്ന് നമ്മൾ പഠിക്കുക, നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. അള്ളാഹു എല്ലാ കാര്യത്തിലും ദീനിനെ പിൻപറ്റുന്ന നല്ലവരുടെ കൂട്ടത്തിൽ നമ്മെ എവിടെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ മൻ അർസലഹു കാഫത്തൻ ലിന്നാസ് ബിത്തബ്ശീർ വൽ ഇൻദാർ وعلى آله الأذكياء الأبرار وعلى أصحابه الأصفياء الأخيار ما دام السماوات والأرض ما تركت الظلمات والأنوار ما تقول വിശ്വാസികളെ അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ഉപദേശിക്കുക. സ്വഹാബാക്കൾ വന്നിട്ട് റസൂലുള്ളാഹിയോട് പറയാണ്, നബിയെ ഇന്ന നഅകുൽ വലാ നശ്ബ, ഞങ്ങൾ കഴിക്കുന്നുണ്ട് പക്ഷെ വയറ് നിറയണില്ല. അപ്പൊ റസൂൽ കൊടുത്ത മറുപടി ഫലഅല്ലകും തഫത്തരികു ഫജ്തമിഉ അലാ തആമികും വദകുറു ഇസ്മല്ലാഹ്, ഒരു പക്ഷെ നിങ്ങൾ ഒറ്റക്കൊറ്റക്ക് ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ആ സംതൃപ്തി വരാത്തത്. വയററിയില്ലാതെ പറഞ്ഞാൽ സംതൃപ്തി വരുന്നില്ല അതിന്റെ അർത്ഥം. അതുകൊണ്ട് നിങ്ങൾ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക, എങ്കിൽ യുബാരിക്കലക്കും ഫീഹി, അള്ളാഹു നിങ്ങൾക്ക് അതിൽ ബർക്കത്ത് ചെയ്യും. അല്ലാഹു റസൂൽ പഠിപ്പിച്ചു. അപ്പം എല്ലാ സമയത്തും എല്ലാവരും ഒന്നിച്ചുണ്ടാവില്ല, പക്ഷെ വെള്ളിയാഴ്ചക്ക് എല്ലാവരും ഒന്നിച്ചുണ്ടോ?
ഞായറാഴ്ച ഒന്നിച്ചുണ്ടോ? ഒന്നിച്ചുള്ള സമയത്ത് നമ്മൾ ഉപ്പയും ഉമ്മയും മക്കളും അതിന് ഉമ്മ ഇങ്ങനെ കൊണ്ടുവരിക, തിന്ന് തീരുന്നത് വരെ ഉമ്മ കൊണ്ടുവന്നുകൊണ്ടേയിരിക്കുക. ബാക്കിയുള്ള അങ്ങനെയല്ല, എല്ലാവരും കൂടി എല്ലാം കൊണ്ടുവന്ന് വെച്ചിട്ട് ഒന്നിച്ച് വട്ടത്തിൽ ഇരുന്നിട്ട് രസമായിട്ട് കഴിക്കാം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് എല്ലാവരും ഒന്നിച്ച്, ഇതൊക്കെ നമ്മൾ മക്കളെ പഠിപ്പിക്കണം. പിന്നെ ആൺകുട്ടികൾ മാത്രം ചെയ്യേണ്ടത്, പെൺകുട്ടികൾ മാത്രം അങ്ങനെയല്ല, എല്ലാ കാര്യങ്ങളും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ. അള്ളാഹു റസൂല് പോലും വീട്ടിൽ വന്നിട്ട് ഭാര്യമാരെ വെള്ളം മുക്കിക്കൊടുത്തും ഡ്രസ്സ് കഴുകി കൊടുത്തൊക്കെ സഹായിച്ചിരുന്നു. അപ്പൊ എല്ലാ കാര്യം എല്ലാ മക്കളും ചെയ്യട്ടെ, അത് ഗേൾസിന് മാത്രമുള്ള പണിയല്ല. അപ്പൊ അങ്ങനെ ഒരു പിന്നെ പാർഷ്യാലിറ്റി ഉണ്ടാക്കാതെ എല്ലാവർക്കും ഒരേപോലെ അച്ചടക്കങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കാം. ഒരൊറ്റ കാര്യം കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖല റജുലു ബൈതഹു ഫദക്കറ അല്ലാഹ, ഒരു മനുഷ്യൻ അവന്റെ വീട്ടിലേക്ക് കയറുന്നു, അള്ളാഹുവിനെ ഓർത്തു. ഇന്ന ദുഖൂലിഹി വഇന്ന തആമിഹി, ഭക്ഷണം കഴിക്കുമ്പോൾ വീട്ടിലേക്ക് കയറുമ്പോ ആ പ്രാർത്ഥന ചൊല്ലി, ഭക്ഷണം കഴിക്കുമ്പോ ബിസ്മി ചൊല്ലി. അപ്പൊ ശൈത്താൻ പറയാണ്, ആ ശൈത്താൻ അസ്ഹാബിഹി, ഒരു ശൈത്താൻ തന്റെ കൂട്ടുകാരനോട് പറയാണ്, ലാ മബീത ലക്കും വലാ അശാ, ഈ വീട്ടിൽ നിങ്ങൾക്ക് താമസിക്കാനും പറ്റൂല, ഈ വീട്ടിൽ നിങ്ങൾക്ക് ഫുഡും ഇല്ല. ആര്? വീട്ടിലേക്ക് കയറിയ മനുഷ്യൻ പ്രാർത്ഥന ചൊല്ലി ബിസ്മി ചൊല്ലി ഭക്ഷണം കഴിച്ചാൽ കണ്ടിക്കണ ശൈത്താൻ പറയും കൂട്ടുകാരനോട്, ശൈത്താനോട് പറയാണ്, ഈ വീട്ടിൽ താമസിക്കാനും പറ്റൂല, ഈ വീട്ടിൽ നിങ്ങൾക്ക് ഫുഡും ഇല്ല, വിട്ടോളിന്ന്. ഒരാൾ വീട്ടിൽ കയറുകയാണ്, അള്ളാഹിനെ കുറിച്ച് ഓർക്കാൻ മറന്നുപോയി, ഓർക്കണില്ല. ഇന്ന ദുഖൂലിഹി ഖാല ശൈത്താൻ അദ്റകകുമുൽ മബീത്ത്, വീട്ടിൽ കയറുമ്പോ അള്ളാഹിന്റെ നാമത്തിലുള്ള പ്രാർത്ഥന ചെല്ലാൻ മറന്നാൽ ശൈത്താനോട് പറയും, നിങ്ങൾക്ക് ഇവിടെ സുഖമായിട്ട് ഉറങ്ങട്ടോ, ഞാൻ അയാൾ പ്രാർത്ഥിച്ചിട്ടില്ല. വൈതാലും ഇതൊക്കെയില്ല, ഭക്ഷണം കഴിക്കുമ്പോ ബിസ്മി ചെല്ലാനും മറന്നാൽ ശൈത്താൻ മറ്റു കൂട്ടുകാരോട് പറയുന്നത് അദ്റകകുമുൽ മബീത്ത് വൽ അശാ, നിങ്ങൾക്ക് ഇവിടെ കിടക്കും ചെയ്യാം, നിങ്ങൾക്ക് ഇവിടെ ഭക്ഷണം ഉണ്ട്. അപ്പോ അള്ളാഹിനെ ഓർക്കുന്ന വീട്, അവിടെ ശൈത്താന്റെ സാന്നിധ്യം ഉണ്ടാവില്ല. ഭക്ഷണം കഴിക്കുമ്പോൾ അള്ളാഹിനെ ഓർക്കുക, വീട്ടിലേക്ക് കയറുമ്പോൾ അള്ളാഹിനെ ഓർക്കുക. ഇതൊക്കെ അള്ളാഹു റസൂൽ പഠിപ്പിച്ച സുന്നത്തുകളാണ്. അതിലൊക്കെ ചില പുണ്യമുണ്ട്, അനുഗ്രഹമുണ്ട്. ഈ അനുഗ്രഹം ജീവിതത്തിൽ ഉടനീളം ഭക്ഷണത്തിലും വീട്ടിലും അനുഗ്രഹവും സമാധാനവും ലഭിക്കുവാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെ പിൻപറ്റിയ, ആ സുന്നത്ത് പിൻപറ്റി പ്രാർത്ഥനയോടെ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു ആത്മസംതൃപ്തിയും സമാധാനവും ഉണ്ട്. അതാണ് ജീവിതത്തിലെ സമാധാനം എന്ന് പറയുന്നത്. എല്ലാം റബ്ബിൽ സമർപ്പിക്കുമ്പോൾ ലഭിക്കുന്ന സമാധാനം. ആ രീതിയിൽ ദുനിയാവിലും ആഖിറത്തിലും സമാധാനം അനുഭവിക്കുന്ന നല്ലതിൽ ഉൾപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ.